ഹലോ ഫ്രണ്ട്സ്, ദ സ്റ്റഡി റൂമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് മോഡേൺ നാഷണൽ സ്റ്റേറ്റ്സ്, ഇമാജിൻഡ് കമ്മ്യൂണിറ്റീസ് എന്ന ഭാഗമാണ്. ആ ഭാഗം നോക്കുകയാണെങ്കിൽ ദേശീയത എന്ന ആശയത്തെ ആധുനിക സാമൂഹിക ശാസ്ത്രത്തിലും ചരിത്ര പഠനത്തിലും പുതിയ രീതിയിൽ വിശദീകരിച്ചൊരു പണ്ഡിതനാണ് ബെനഡിക്റ്റ് ആൻഡേഴ്സൺ എന്ന് പറഞ്ഞ വ്യക്തി. 1983 അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഗ്രന്ഥമാണ് ഇമാജിൻഡ് കമ്മ്യൂണിറ്റീസ്, റിഫ്ലക്ഷൻസ് ഓൺ ദ ഒറിജിൻ ആൻഡ് സ്പ്രെഡ് ഓഫ് നാഷണലിസം എന്ന പുസ്തകം. ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? ഒരു രാഷ്ട്രം സ്വാഭാവികമായി നിലനിൽക്കുന്ന ഒന്നല്ല, മറിച്ച് ജനങ്ങളുടെ മനസ്സിൽ രൂപപ്പെടുന്ന ഒരു സങ്കല്പിത സമൂഹം ആണെന്നാണ് ആൻഡേഴ്സന്റെ പ്രധാന വാദം. അപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഒരു രാഷ്ട്രത്തിലെ എല്ലാ ആളുകൾക്കും പരസ്പരം നേരിട്ട് പരിചയമുണ്ടാവില്ല. അവർ ഒരിക്കലും കണ്ടുമുട്ടുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിലും അവർ ഒരേ രാഷ്ട്രത്തിന്റെ ഭാഗമാണെന്ന ബോധം പങ്കുവെക്കുന്നുണ്ട്. ഈ ഒരു മാനസിക ഐക്യബോധത്തെയാണ് അദ്ദേഹം ഇമാജിൻഡ് കമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നത്. ഇവിടെ ഇമാജിൻഡ് എന്ന് പറയുന്നത് കെട്ടിച്ചമച്ചത് അല്ലെങ്കിൽ അസത്യം എന്ന അർത്ഥത്തിലല്ല, മറിച്ച് വ്യക്തിപരമായ പരിചയമില്ലാത്തവർക്കിടയിലും ഒരു പൊതുവായ ദേശീയ ബോധം മനസ്സിൽ രൂപപ്പെടുന്നതിനെ സൂചിപ്പിക്കുന്ന പദമാണ്. ഒരു രാഷ്ട്രത്തിന്റെ പ്രധാന സവിശേഷതകളെക്കുറിച്ച് ആൻഡേഴ്സൺ പറയുന്നുണ്ട്. രാഷ്ട്രത്തെ 4 പ്രധാന സവിശേഷതകളിലൂടെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഒന്നാമത്തത് ഇമാജിൻഡ് ആണ്, അഥവാ സങ്കല്പിതം. എല്ലാ അംഗങ്ങൾക്കും പരസ്പരം പരിചയമില്ലെങ്കിലും അവർ ഒരേ സമൂഹത്തിന്റെ ഭാഗമാണെന്ന് കരുതുന്നു. അടുത്തതാണ് ലിമിറ്റഡ്. ലിമിറ്റഡ് എന്ന് പറയുന്നത് പരിമിതമായത്, അതായത് ഓരോ രാഷ്ട്രത്തിനും വ്യക്തമായ അതിർത്തികളുണ്ട്. ലോകം മുഴുവൻ ഒരൊറ്റ രാഷ്ട്രമല്ല. അടുത്തതാണ് സോവറിൻ. സോവറിൻ എന്ന് പറയുന്നത് പരമാധികാരമുള്ളത്. ആധുനിക രാഷ്ട്രം സ്വതന്ത്രവും പരമാധികാരമുള്ളതുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഘടകമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്തതാണ് കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സമൂഹം. സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായാലും എല്ലാവരും ഒരു പൊതു സമൂഹത്തിന്റെ അംഗങ്ങളാണെന്ന ബോധം നിലനിൽക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ആൻഡേഴ്സന്റെ സിദ്ധാന്തത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് പ്രിന്റ് ക്യാപിറ്റലിസം. അച്ചടി യന്ത്രത്തിന്റെ വളർച്ചയും പത്രങ്ങൾ, പുസ്തകങ്ങൾ, മാസികകൾ എന്നിവയുടെ വ്യാപനവും ഒരേ ഭാഷ സംസാരിക്കുന്ന ജനങ്ങളിൽ പൊതുവായ ആശയവും ദേശീയ ബോധവും വളർത്തി. ഉദാഹരണത്തിന്, ഒരേ ദിവസം ഒരേ വാർത്ത ആയിരക്കണക്കിന് ആളുകൾ വായിക്കുമ്പോൾ അവർ പരസ്പരം കാണാത്തവരായിരുന്നാലും ഒരു പൊതു സമൂഹത്തിന്റെ അംഗങ്ങളാണെന്ന ബോധം അവർക്കിടയിൽ രൂപപ്പെടുന്നുണ്ട്. ഭാഷയുടെ ഏകീകരണവും ദേശീയ ഐക്യവും ഇതിലൂടെ ശക്തിപ്പെടുന്നു. ചരിത്രപരമായ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, യൂറോപ്പിൽ രാജഭരണത്തിന്റെ ക്ഷയവും മതാധികാരത്തിന്റെ കുറവും അച്ചടിയുടെ വളർച്ചയും ദേശീയതയുടെ ഉയർച്ചയ്ക്ക് കാരണമായി. പിന്നീട് ഈ ദേശീയത ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് ശക്തമായ പ്രചോദനമായി എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. എന്നാൽ അദ്ദേഹത്തിന് ഒരുപാട് വിമർശനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള ഘടകങ്ങൾക്ക് ആൻഡേഴ്സൺ മതിയായ പ്രാധാന്യം നൽകിയില്ല എന്ന് ചില പണ്ഡിതർ വിമർശിക്കുന്നുണ്ട്. അതുപോലെ കോളനിവൽക്കരിക്കപ്പെട്ട രാജ്യങ്ങളിലെ ദേശീയതയുടെ പ്രത്യേക സാഹചര്യങ്ങളെ അദ്ദേഹത്തിന്റെ സിദ്ധാന്തം പൂർണ്ണമായി വിശദീകരിക്കുന്നില്ല എന്നും അഭിപ്രായമുണ്ട്. വർഗം, ജാതി, ലിംഗം തുടങ്ങിയ സാമൂഹിക വ്യത്യാസങ്ങളുടെ സ്വാധീനം കുറച്ചു കാണിച്ചതായും വിമർശനമുണ്ട്. അപ്പം ദേശീയതയെ വെറും രാഷ്ട്രീയ ആശയം എന്നതിലുപരി ജനങ്ങളുടെ മനസ്സിൽ രൂപപ്പെടുന്ന സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ഒരു നിർമ്മിതിയായി അവതരിപ്പിച്ചതാണ് ബെനഡിക്റ്റ് ആൻഡേഴ്സന്റെ പ്രധാന സംഭാവന എന്ന് പറയുന്നത്. ഇമാജിൻഡ് കമ്മ്യൂണിറ്റീസ് ദേശീയതയെക്കുറിച്ചുള്ള പഠനങ്ങളിൽ ഇന്നും അടിസ്ഥാന ഗ്രന്ഥമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ചരിത്രം, രാഷ്ട്രീയ ശാസ്ത്രം, സമൂഹശാസ്ത്രം, സാംസ്കാരിക പഠനം തുടങ്ങിയ മേഖലകളിൽ ഈ സിദ്ധാന്തം വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അപ്പം ഈ ഒരു ബെനഡിക്റ്റ് ആൻഡേഴ്സന്റെ ഇമാജിൻഡ് കമ്മ്യൂണിറ്റീസ് എന്ന ഈ ഒരു ക്വസ്റ്റ്യൻ ഇത് ഈ എക്സാമുകളിലൊക്കെ, അതായത് തേർഡ് സം ഈ ഒരു എക്സാമുകളിലൊക്കെ ധാരാളം കണ്ടിട്ടുള്ള ഒരു ഭാഗമാണ്. അത് 10 മാർക്ക് എസ്സേ ആയിട്ടും അതുപോലെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടും ഒക്കെ വരാറുണ്ട്. ഒന്നുകിൽ ബെനഡിക്റ്റ് ആൻഡേഴ്സൺ ആരാണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഇമാജിൻഡ് കമ്മ്യൂണിറ്റീസ് എന്ന് ചോദിക്കും, അല്ലെങ്കിൽ പ്രിന്റ് ക്യാപിറ്റലിസം എന്താണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഇത് മൊത്തമായിട്ട്, അതായത് ബെനഡിക്റ്റ് ആൻഡേഴ്സൺ ദേശീയതയ്ക്ക് നൽകിയ പ്രാധാന്യത്തെക്കുറിച്ച് മൊത്തമായിട്ട്
ചോദിക്കും. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ക്രിറ്റിസിസവും അതും എഴുതുക. ക്രിറ്റിസിസം പാർത്ഥ ചാറ്റർജിയെ പോലുള്ള ആൾക്കാരൊക്കെ പിന്നീട് അദ്ദേഹത്തെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. അപ്പം അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. പാർത്ഥ ചാറ്റർജിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇന്ത്യൻ ദേശീയതയെ പാശ്ചാത്യ ദേശീയതയുടെ ഒരു ലളിതമായ അനുകരണം എന്ന നിലയിൽ വിശദീകരിച്ചിരുന്ന സമീപനങ്ങളെ ശക്തമായി വിമർശിച്ച പോസ്റ്റ് കൊളോണിയൽ ചിന്തകനാണ് പാർത്ഥ ചാറ്റർജി. അദ്ദേഹത്തിൻ്റെ പുസ്തകമായിട്ടുള്ള നാഷണലിസ്റ്റ് തോട്ട് ആൻഡ് ദ കൊളോണിയൽ വേൾഡ് എന്ന കൃതിയിലൂടെ അദ്ദേഹം കൊളോണിയൽ ലോകത്തിലെ ദേശീയതയ്ക്ക് ഒരു സ്വതന്ത്രമായ അടിസ്ഥാനം നൽകി. ഇന്ത്യൻ ദേശീയത പാശ്ചാത്യ മാതൃകകളുടെ പകർപ്പല്ല, മറിച്ച് കൊളോണിയൽ ആധിപത്യത്തിൻ്റെ നിയന്ത്രണങ്ങൾക്കുള്ളിൽ രൂപപ്പെട്ട വ്യത്യസ്തമായ ഒരു ചരിത്രാനുഭവമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യവാദം. പാശ്ചാത്യ രാജ്യങ്ങളിൽ ദേശീയത രൂപപ്പെട്ടത് സ്വതന്ത്ര രാഷ്ട്രങ്ങളുടെയും മൂലധന വ്യവസ്ഥയുടെയും പശ്ചാത്തലത്തിലാണ്. എന്നാൽ കൊളോണിയൽ ഇന്ത്യയിൽ ദേശീയത രൂപപ്പെട്ടത് അധിനിവേശത്തിന്റെ സാഹചര്യത്തിലാണ്. ഇന്ത്യൻ ദേശീയതയ്ക്ക് പാശ്ചാത്യ ദേശീയതയിൽ നിന്ന് വ്യത്യസ്തമായ ലക്ഷ്യങ്ങളും പരിമിതികളും ഉണ്ടായിരുന്നു. പാർത്ഥ ചാറ്റർജിയുടെ 2 പ്രധാന ആശയങ്ങളാണ് ഔട്ടർ ഡൊമെയിൻ ആൻഡ് ഇന്നർ ഡൊമെയിൻ, അതായത് ഭൗതിക മേഖലയും ആത്മീയ മേഖലയും. അതിൽ ആദ്യം തന്നെ ഭൗതിക മേഖല അഥവാ ഔട്ടർ ഡൊമെയിൻ നോക്കുകയാണെങ്കിൽ ഭരണകൂടം, സമ്പദ് വ്യവസ്ഥ, ശാസ്ത്രം, സാങ്കേതിക വിദ്യ, സൈന്യം, ആധുനിക വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളെ ഇത് ഉൾക്കൊള്ളുന്നു. ഈ മേഖലയിൽ യൂറോപ്പ് മുന്നിലാണ് എന്ന് ഇന്ത്യൻ ദേശീയവാദികൾ അംഗീകരിച്ചു. അതിനാൽ ഇവിടെ പാശ്ചാത്യ മാതൃകകൾ സ്വീകരിക്കുന്നത് അനിവാര്യമായി കണ്ടു. അടുത്തതാണ് ആത്മീയ മേഖല അഥവാ ഇന്നർ ഡൊമെയിൻ. സംസ്കാരം, മതം, കുടുംബം, ഭാഷ, നൈതിക മൂല്യങ്ങൾ, ആചാരങ്ങൾ തുടങ്ങിയവയാണ് ഈ മേഖലയുടെ ഭാഗം. ഈ മേഖലയിൽ ഇന്ത്യൻ സമൂഹത്തിന് സ്വന്തം ദേശീയ ആത്മാവുണ്ടെന്നും അത് പാശ്ചാത്യ ആധിപത്യത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടണമെന്നും ദേശീയവാദികൾ വിശ്വസിച്ചു. ഇതിലൂടെ ഇന്ത്യൻ ദേശീയത പാശ്ചാത്യത്തോട് പിന്നിലായതല്ല, മറിച്ച് വ്യത്യസ്തമായ ഒരു വഴിയാണ് സ്വീകരിച്ചതെന്ന് ചാറ്റർജി വാദിക്കുന്നുണ്ട്. ചാറ്റർജിയുടെ അഭിപ്രായത്തിൽ ഇന്ത്യൻ ദേശീയതയുടെ നേതൃത്വത്തിൽ പങ്കുവഹിച്ചത് ഭദ്രലോക്സ് അഥവാ ബംഗാളിലെ ഒരു വിദ്യാഭ്യാസമുള്ള ഉന്നത വർഗമാണ് ഈ ഭദ്രലോക്സ്. ഇവരാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. ഇവർ കർഷകർ, തൊഴിലാളികൾ, സ്ത്രീകൾ, അധസ്ഥിത ജാതികൾ എന്നിവരുടെ യഥാർത്ഥ അനുഭവങ്ങളെ പൂർണ്ണമായി പ്രതിനിധീകരിച്ചില്ല. അതിനാൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനമാകുന്നതിൽ പരിമിതികളുണ്ടായിരുന്നു. സ്ത്രീയും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചാറ്റർജി അഭിപ്രായപ്പെടുന്നുണ്ട്. ഇന്ത്യൻ ദേശീയതയിൽ സ്ത്രീയെ ആത്മീയ മേഖലയിലെ കാവൽക്കാരിയായി ചിത്രീകരിച്ചുവെന്നാണ് ചാറ്റർജി ചൂണ്ടിക്കാണിക്കുന്നത്. പുരുഷൻ ഔട്ടർ ഡൊമെയിനിലാണ് വരുന്നത്, അഥവാ രാഷ്ട്രീയം, സമരം തുടങ്ങിയ കാര്യങ്ങളിൽ പുരുഷന്മാർ പങ്കെടുക്കുന്നു. എന്നാൽ സ്ത്രീ കുടുംബം, സംസ്കാരം, നൈതികത ഇതിൻ്റെയൊക്കെ ഒരു പ്രതീകീകരണമാണ് സ്ത്രീ. അതുകൊണ്ട് തന്നെ ആത്മീയ മേഖലയിലാണ് സ്ത്രീ ഉൾപ്പെടുന്നത് എന്നാണ് പാർത്ഥ ചാറ്റർജി പറയുന്നത്. സ്ത്രീകളെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് അകറ്റുകയും അവരെ പരമ്പരാഗത ചട്ടക്കൂടുകളിൽ പൂട്ടിയിടുകയും ചെയ്തു എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. കൊളോണിയൽ ദേശീയതയെ പാശ്ചാത്യ സിദ്ധാന്തങ്ങളിൽ നിന്ന് സ്വതന്ത്രമായി മനസ്സിലാക്കാൻ പാർത്ഥ ചാറ്റർജിയുടെ വീക്ഷണങ്ങൾ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇന്ത്യൻ ദേശീയതയുടെ സാംസ്കാരിക അടിത്തറയെക്കുറിച്ചും പാർത്ഥ ചാറ്റർജി വിശദീകരിക്കുന്നുണ്ട്.